മണ്ണാർക്കാട് നഗരസഭയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പാർട്ടിയെ കൂട്ടുപിടിച്ച് CPM മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ വ്യക്തി കരാറുകാരിൽ നിന്നും കമ്മീഷൻ വാങ്ങുന്നുണ്ടെന്ന് ലീഗ് നേതാക്കൾ. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏകദേശം ഈ കൗൺസിലർ 10 വർഷത്തോളമായി മണ്ണാർക്കാട് നഗരസഭയിലെ വിവിധ വാർഡുകൾ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു കൗൺസിലറാണ്. അല്ല അങ്ങനെ ഒരു ഭയപ്പാടൊന്നുമില്ല. പേരിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പറയുന്നത് അതായത് നിലവിലെ 21ാം വാർഡ് കൗൺസിലറാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 22ാം വാർഡ് കൗൺസിലറും കഴിഞ്ഞ പ്രാവശ്യം 21ാം വാർഡിനെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധിയാണ്. അപ്പൊ അദ്ദേഹത്തിനെതിരെ വ്യാപകമായ പരാതികൾ പല ഭാഗത്തുനിന്നും കേൾക്കാൻ ഇടയുണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ആരോപണം പ്രത്യാരോപണം രാഷ്ട്രീയപരമായിട്ട് ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആയിരുന്നു ഇത്രയും കാലം പൊതുജനങ്ങൾ വീക്ഷിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ അതായത് കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ട് ലൈസൻസ് ഉള്ള കോൺട്രാക്ടർമാരാണ് ജനമധ്യത്തിൽ ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതില് പണപ്പിരിവ് നടത്താൻ കണ്ടെത്തിയിട്ടുള്ള മാർഗം എന്നുള്ളത് മണ്ണാർക്കാട് നഗരസഭയിൽ TSO വാങ്ങി ഓരോ പ്രദേശത്തും വികസിത ഫണ്ട് അനുവദിച്ചുകൊണ്ട് റോഡ് നിർമ്മാണം പ്രവൃത്തി നടത്തുമ്പോഴും പല കോൺട്രാക്ടർമാരും അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിക്കെതിരെ സമാന പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് മുനിസിപ്പാലിറ്റി കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചത്. കൗൺസിലർ നഗരസഭയിൽ നടക്കുന്ന വികസന പ്രവൃത്തികൾക്ക് കരാറുകാരിൽ നിന്നും പാർട്ടിയെ കൂട്ടുപിടിച്ച് കമ്മീഷൻ വാങ്ങുന്നുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സമാന സംഭവത്തിൽ CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിയുടെ ഫോൺ സംഭാഷണം പുറത്തുവരികയും പാർട്ടി പ്രവർത്തകരായ ചിലർ മാധ്യമങ്ങളോട് ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. കൗൺസിലർ കൂടിയായ ഇദ്ദേഹം തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വാർഡിലെ SC ഫണ്ട് വകമാറ്റി ചിലവഴിച്ചിട്ടുണ്ടെന്ന് നേതാക്കൾ ആരോപിച്ചു. ഇക്കാര്യത്തിൽ CPMലെ വിഭാഗീയതയുടെ നേതാക്കളെ സംരക്ഷിക്കലല്ല മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമെന്ന് നേതാക്കൾ പറഞ്ഞു. മുസ്ലിം ലീഗ് അഴിമതിക്കെതിരെ പോരാടുമെന്നും സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. കാരണം മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ മുസ്ലിം ലീഗിന് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അത് CPMലെ വിഭാഗീയതയുടെ ഭാഗമായി കൊണ്ടുവരുന്ന ആളുകളെ പിന്താങ്ങിയിട്ട് അല്ല. ഇവിടെ ഈ ആരോപണം എന്ന് പറയുന്നത് CPMന്റെ അനുഭാവി എന്നപ്പുറത്ത് മണ്ണാർക്കാട് നഗരസഭയിലെ കോൺട്രാക്ടർ വർക്കർ എടുക്കുന്ന ആളുകളാണ്. അപ്പൊ ഇവരെ ഇങ്ങനെ പണപ്പിരിവ് നടത്തുമ്പോൾ ഇത് ജനമധ്യത്തിൽ തുറന്നു പറയാത്ത പല ആളുകളുണ്ടാവും. കാരണം നേരത്തെ പറഞ്ഞില്ല, ഇത് പാപ്പുറത്ത് നിൽക്കുന്നത് ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ CPM ആണ്. അവർക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ എന്താ ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്ക് ആ ആരോപണം ഉന്നയിച്ച ആളുകൾ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ജനമധ്യത്തിൽ തുറന്നു പറയാൻ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇതൊരു വിഭാഗീയതയുടെ ഭാഗമായിക്കൊണ്ട് ഒരാൾ അപ്പുറത്ത് നിൽക്കുന്ന ആ ആളുകളുടെ താല്പര്യം സംരക്ഷിക്കലല്ല മുസ്ലിം ലീഗ് പാർട്ടിയുടെ നയവും നിലപാടും. മുസ്ലിം ലീഗ് പാർട്ടി എന്ന് പറഞ്ഞ കൃത്യമായ നിലപാടുകൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നും മുസ്ലിം ലീഗ് പാർട്ടി അഴിമതിക്കെതിരെ പോരാടും. ഈ ഒരു ആരോപണം പുറത്തു വന്നത് പ്രകാരം തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പരാതി കൊടുത്ത് അതിന്മേൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി മണ്ണാർക്കാട് മുസ്ലിം ലീഗും യൂത്ത് ലീഗും രംഗത്തുണ്ടാവുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. കൗൺസിലർ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിട്ടുള്ളത്. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് KC അബ്ദുറഹ്മാൻ, ജനറൽ സെക്രട്ടറി മുജീബ് പെരുമ്പിടി, ട്രഷറർ നാസർ പത്താക്കര, വൈസ് പ്രസിഡന്റ് റഷീദ് കുറുവണ്ണ, ജോയിന്റ് സെക്രട്ടറി ഫിറോസ് മുക്കണ്ണം, യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറിമാരായ സക്കീർ മുല്ലയ്ക്കൽ, സമദ് പൂവക്കോടൻ എന്നിവർ പറഞ്ഞു. CCN മണ്ണാർക്കാട്.